അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഇത് എന്ത് വീഡിയോ ആണെന്ന്. അങ്ങനെ രാവിലെ ഞങ്ങളെല്ലാം റെഡിയായി മോൾക്ക് വയ്ക്കാൻ ഫുഡ് വാരി കൊടുക്കുകയാണ്. പിന്നെ ഫുഡെല്ലാം കഴിച്ച് സാധനങ്ങളെല്ലാം വണ്ടിയിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ നമുക്കിങ്ങനെ അങ്ങോട്ട് പോകാൻ നിൽക്കുന്ന കൊണ്ടിട്ട് നമുക്ക് ആ ഒരു ടെൻഷനാണ്. പോകുന്നതിൻ്റെ വിഷമമുണ്ട്, ഇല്ലെന്നല്ല. അതിൻ്റെ കൂട്ടത്തിൽ ആ പോകുന്നതെല്ലാം കറക്റ്റാകണം, എല്ലാം ചെക്കിങ് എല്ലാം കറക്റ്റാകണം, ആ ഒരു ടെൻഷനും കൂടിയാണ്. പിന്നെ ഫാത്തിമ ഫോൺ കിട്ടാത്തതിൻ്റെ ദേഷ്യമാണ് കാണിച്ചത്. അങ്ങനെ ഞങ്ങൾക്ക് എത്ര മണിക്കായിരുന്നു ഫ്ലൈറ്റ്? ഒരു 10:30-10:30ക്കായിരുന്നു ഫ്ലൈറ്റ്. ഞങ്ങൾ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ എയർപോർട്ടിലെത്തി. ഇവിടെയൊക്കെയെന്ന് പറയുമ്പോൾ നമുക്ക് ചെക്കിൻ ചെയ്യും വരെ നമുക്ക് കൂടെ വരുന്നവർക്ക് നമ്മുടെ ചെക്കിൻ ചെയ്യും വരെ നിൽക്കാമല്ലോ. അതുകൊണ്ട് ഇക്ക ഉള്ളിൽ വന്ന് എല്ലാം ചെക്കിൻ ചെയ്ത് ഇമിഗ്രേഷൻ ആ ഭാഗം വരെ ഇക്ക വന്നു. ഫാത്തിമ അപ്പോഴത്തേക്ക് കരച്ചിലെല്ലാം ഒരുവിധം പിടിച്ച് വെച്ച്, എന്നാൽ കരയുകയും ചെയ്ത്. എന്നാലും ഉദ്ദേശിച്ച അത്രയും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിൽ കയറി. അവിടെ കുറേയൊക്കെ ഒത്തിരി സമയം ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ തന്നെ ചെന്ന്, കാര്യം പിന്നെ ടെൻഷൻ ആകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നേരത്തെ തന്നെ ചെന്ന് അവിടെ എല്ലാം ഒന്ന് കറങ്ങി. അപ്പോഴത്തേക്ക് ഇക്ക 10 ദിവസത്തേക്ക് ലീവ് എടുത്ത് ഞങ്ങളെ നാട്ടിലോട്ട് കൊണ്ടാക്കാമെന്ന് പറഞ്ഞതാണ്. അപ്പോഴത്തേക്ക് ഞങ്ങൾ തന്നെയാണ് പറഞ്ഞു വേണ്ട, കാര്യം 10 ദിവസം കഴിഞ്ഞ് പിന്നെ ഇക്ക പോകുമ്പോഴത്തേക്ക് അതിലും നല്ല വിഷമമായിരിക്കുമല്ലോ. ഇതാകുമ്പോഴത്തേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതിൽ മൈൻഡ് ഇതായിക്കോളും. പക്ഷേ ഇക്കയ്ക്ക് ബുദ്ധിമുട്ടാകും. എന്നാലും ഫാത്തിമയ്ക്കും എനിക്കും ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് ഓർത്താൽ ഞങ്ങൾ ഒറ്റയ്ക്ക് തിരിച്ച് വന്നോളാം എന്ന് പറഞ്ഞത്. പിന്നെ എൻ്റെ ഉമ്മച്ചി കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരുടെ, വാപ്പച്ചി വന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു, അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഫാത്തിമ അതെല്ലാം മറന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് വാപ്പി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് സൗദി എയർലൈൻസ് ആയിരുന്നു. ഞങ്ങൾ ചെന്ന് ഒത്തിരി കഴിഞ്ഞിട്ടായിരുന്നു ഫ്ലൈറ്റ് എടുത്ത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ കറങ്ങി. അപ്പം ഈ ഫുഡ് കണ്ടപ്പോഴത്തേക്ക് ഫാത്തിമയ്ക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ ബാഗ് എടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ക്യൂ എല്ലാം സെറ്റായി എല്ലാവരെയും ഫ്ലൈറ്റിലോട്ട് കയറ്റാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഞങ്ങളും ജോയിൻ ചെയ്ത്. പിന്നെ അവിടുന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റിലോട്ടല്ലായിരുന്നു, ബസ്സിലോട്ടായിരുന്നു. പിന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, യാത്രയിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ 3 പേരുടെയും ബാഗേജ് ഞാനാണ് പിടിച്ചത്. ഒരു ട്രോളി ഫാത്തിമ തള്ളുന്നുണ്ടായിരുന്നു. പിന്നെ ഉമ്മച്ചിയുടെ ബാഗും എൻ്റെ ബാഗും കൂടെ ഞാൻ തന്നെയാണ് പിടിച്ച്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ബസ്സിൽ പോകുമ്പോൾ തന്നെ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് പോകുന്നത് കണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ അടുത്തോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. സൗദി എയർലൈൻസ് ആയിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. 4.5 മണിക്കൂർ ഏകദേശം എടുത്തുള്ളൂ. അതിന് മുമ്പിട്ടായിട്ട് തന്നെ ലാൻഡ് ചെയ്തു കൊച്ചിയിൽ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഒത്തിരി ഫ്ലൈറ്റ് ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ലാസ്റ്റ് കിടക്കുന്നതായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. പിന്നെ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും യാത്രയുടെ ഇതുമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും ഓർത്തില്ലെന്നല്ല, തൽക്കാലം ഒരു ആശ്വാസമായിരുന്നു. പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഫാത്തിമയ്ക്ക് കൊടുത്തത് ഒരു പ്ലേ ബോക്സ് പോലെ കൊടുത്തത്. അതിനകത്ത് എന്തോ കുറച്ച് പേപ്പേഴ്സും മിനീസിൻ്റെ ഒരു ഇതായിരുന്നു, ബോക്സായിരുന്നു. അങ്ങനെ ഫാത്തിമയ്ക്ക് ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ട് അത് കുറേ നേരമൊക്കെ ഫാത്തിമ യൂസ് ചെയ്തു. ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതെന്തൊക്കെയോ പേപ്പേഴ്സും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ സ്റ്റിക്കർ, ഇത് പസിൽസ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നോട്ട് പാഡ് പോലത്തെ ചെറുത്ത് മിനി പാഡ് അതൊക്കെയായിരുന്നു. അങ്ങനെ അതൊക്കെ വെച്ച് കുറച്ച് നേരമൊക്കെ ഫാത്തിമ കളിച്ചു. പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഫുഡ് കൊണ്ടുവന്നു. ഞാൻ നാട്ടിൽ നിന്ന് സൗദിയിലോട്ട് വരുന്ന വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ എത്രത്തോളം എക്സൈറ്റ്മെൻറ്റും ഹാപ്പിയും ആയിരുന്നു എന്ന്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. നല്ല വിഷമമുണ്ട്, നല്ല ഇതുമുണ്ട്. പിന്നെ നമ്മൾ എല്ലാവരും അങ്ങനെയാണല്ലോ, ഒരു വട്ടം വന്നാൽ നമ്മൾ ഇങ്ങനെയൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് അങ്ങനെ നിൽക്കാനുള്ള ഒരു സാഹചര്യമൊന്നും അല്ലല്ലോ. അങ്ങനെ എന്തായാലും നല്ല വിഷമത്തോടു കൂടിയാണെങ്കിലും തിരിച്ചു പോരുന്നു. പിന്നെ സമയം പോലെ നമുക്ക് വരാമല്ലോ എന്നുള്ള രീതിയിൽ വന്നതാണ് ഇൻഷാ അള്ളാ. അങ്ങനെ ഫുഡ് വന്നപ്പോൾ നല്ലൊരു വിറ്റായിരുന്നു. കാര്യം ഫാത്തിമ ഫ്ലൈറ്റിലെ ഫുഡ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്, കാര്യം അതിൽ മന്തിയാ എന്നൊക്കെ വാപ്പി പറഞ്ഞ് ആ ഒരു ഇതിലിരുന്നതാണ്. പക്ഷേ എങ്കിൽ ആ സൈഡിൽ വരെ വന്ന് ഇതായിരുന്നു, മന്തിയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വന്നപ്പോഴത്തേക്ക് ഇത് ചിക്കൻ, നോൺ വെജ് തീർന്ന് വെജിറ്റേറിയനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിനകത്ത് എന്തുമായിരുന്നു, ബണ്ണ്, സാലഡ്, ഒരു പുഡിങ്, പിന്നെ ബട്ടർ ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ ഫുഡായിട്ടുള്ളത് ഇത് പൊറാത്ത ഉണ്ടായിരുന്നു, ദാൽ കറി ഉണ്ടായിരുന്നു, ഒക്കെയായിരുന്നു. അപ്പം പുഡിങ് ഫാത്തിമ കഴിച്ചു നോക്കി ആദ്യം തന്നെ. അപ്പം ഈ കാണിക്കുന്ന എക്സ്പ്രഷൻ വെറും ഫ്ലോപ്പാണ്.
അതിൽ ഈ ഒരു എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു സ്പൂൺ പോലും ഫാത്തിമ അതിൽ നിന്ന് കഴിച്ചിട്ടില്ല. കാര്യം 2 പുഡിങ്ങും ഞാൻ തന്നെയാണ് കഴിച്ചത്. പിന്നെ ഫുഡ് ഇതായിരുന്നു, റൈസ് ഉണ്ടായിരുന്നു, പനീർ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഉമ്മച്ചിക്ക് മന്തിയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് അപ്പം തന്നെ ഇച്ചിരി നേരം വിൻഡോസൊക്കെ ക്ലോസ് ചെയ്ത് 1 മണിക്കൂർ 1.5 മണിക്കൂറോളം ഉറങ്ങി പെട്ടെന്ന് തന്നെ എന്തോ എത്തിയതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ 2 ബാഗുമായിട്ട് എനിക്ക് നടക്കാൻ ഭയങ്കര പാടായിരുന്നു, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഇലക്ട്രിക് ആ വണ്ടി വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് കയറിക്കോന്ന് പറഞ്ഞൊരു ഇതായിരുന്നു. അങ്ങനെ എന്തായാലും പെട്ടെന്ന് കയറി. അങ്ങനെ അതുണ്ടായിരുന്നു കൊണ്ടിട്ട് കുറേ കൂടി സിമ്പിളായി തോന്നി. അങ്ങനെ പിന്നെ ഇവിടുത്തെ എമിഗ്രേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ ഈ പെട്ടി എടുക്കണമായിരുന്നു. അന്ന് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് പെട്ടി ലേറ്റായിട്ട് ഇറങ്ങിയതുകൊണ്ട് പെട്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെടുക്കലൊരു ടാസ്ക്കായിരുന്നു. പിന്നെ കുഴപ്പമില്ല, എന്തായാലും എല്ലാം എളുപ്പം നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷേ പറ്റത്തില്ലെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ല. അങ്ങനെ പിന്നെ എന്തായാലും എടുത്ത് വെച്ചു. അപ്പം ഓരോരുത്തർക്കും ഓരോ ട്രോളി, ഉമ്മച്ചിക്ക് ഓരോ ട്രോളി, പാത്തുവിന് ഒരു ട്രോളി, എനിക്കും ഒരു ട്രോളി. അങ്ങനെ എല്ലാം ആയിട്ട് ഞങ്ങൾ വന്നിറങ്ങി. അപ്പോൾ എൻ്റെ കസിനും ഫാമിലിയായിരുന്നു എന്നെ വിളിക്കാൻ വന്നിരുന്നത്, എൻ്റെ അനിയത്തി. അങ്ങനെ ഞങ്ങൾ വെളിയിൽ വന്നു. അപ്പോൾ അവർ പുറത്തോട്ട് ഇറങ്ങിയില്ല. കാര്യം അപ്പോഴത്തേക്ക് അവർ വരലും ഞങ്ങൾ പുറത്തിറങ്ങലും എല്ലാം ഒരേ ടൈമായിരുന്നു. അങ്ങനെ വേഗം തന്നെ ഞങ്ങൾ കയറി. പിന്നെ പോകുന്ന വഴിക്ക് ഫുഡ് കഴിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് നാട്ടിൽ വന്നിട്ടുള്ളത്. നാട്ടിൽ വന്ന് പിന്നെയുള്ള വിശേഷങ്ങളൊന്നും ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടുണ്ട്, പക്ഷേ ഒന്നും ഇട്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇടാം. ഇത് കണ്ടോ ഇവർ തമ്മിലുള്ള ബോണ്ട്, ഇതാണ് ഫാത്തിമയ്ക്ക് നാട്ടിലോട്ട് വരാനുള്ളൊരിത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോ ആയിട്ട് വരാം.